അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്തവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ് മൂന്നിലും സമ്മാനം കൊടുക്കുന്നുണ്ട്. സൺഡേ ലൈവിൽ വന്നിട്ടാണ് നമ്മൾ സമ്മാനം തരുന്നത്. അപ്പൊ ലൈവിൽ കാണാം. നമസ്കാരം, ഹാപ്പി ഓണേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6785 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണം വരുന്നത്. 19-ാം തീയതിയാണെന്ന്, ജൂലൈ 19 കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കാണിക്കുന്നത് 1.5 പവൻ, അതുപോലെ തന്നെ 16 ഗ്രാം 2 പവൻ, പിന്നെ 2.5 പവൻ്റെയൊക്കെ മാലകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം താലിമാല, അതുപോലെ തന്നെ ലേഡീസിനും ജെൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാല, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആ മാലകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി വരുന്നത് ചിങ്ങമാസമാണ്. അപ്പോൾ ചിങ്ങമാസം കല്യാണത്തിനൊക്കെ ഒത്തിരി താലിമാലയും അല്ലെങ്കിൽ ചെറുക്കനിടാനുള്ള മാലയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ 1.5 പവൻ തൊട്ടുള്ള മാലകളാണ് നമ്മൾ കാണിക്കുന്നത്. 1 പവൻ തൊട്ടുള്ള മാലകളുണ്ട്, എന്നാലും 1.5 പവൻ തൊട്ടുള്ള മാലകൾ കാണിക്കുകയാണ്. അപ്പം വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം സ്വർണം കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6000, അതായത് നിങ്ങൾക്ക് വിൽക്കുവാനൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. 6640 രൂപ വെച്ചിട്ടാണ് ഒരു ഗ്രാം എടുക്കുന്നത്. 6640 രൂപ കേട്ടോ. 1 ഗ്രാം സ്വർണം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ജൂവലറിലോട്ട് പോകുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പണയത്തിലാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ, നമുക്കത് എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം എത്രയും വേഗം വിളിച്ചോ, അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. ഗ്രാമിന് എത്ര രൂപ കിട്ടും, പവൻ എത്ര കിട്ടും, മൊത്തം തുക എത്ര കിട്ടും, എല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മൾ ആളെ വിടുള്ളൂ. അപ്പോൾ 2 പേർക്കും ബുദ്ധിമുട്ട് വരത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ബാങ്കിലൊക്കെ പണയത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചു. അപ്പോൾ നമുക്കിപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. 1.5 പവൻ തൊട്ടുള്ള മാലകൾ നോക്കാം കേട്ടോ. 1.5 പവൻ, 2 പവൻ തൊട്ടുള്ള മാലകൾ, 2 പവൻ, അത് 2.5 പവൻ വരെ വരുന്ന മാലകൾ. ഓക്കെ. അപ്പം 12 ഗ്രാമിൻ്റെ, അതായത് 1.5 പവൻ്റെയൊക്കെ ഡോണിൻ്റെ ചെയിനാണത് ഈ കാണുന്നത് കേട്ടോ. ഡോണാണ് കേട്ടോ. ഇതിനകത്തുകൂടി കാണുമ്പോൾ നല്ല ഭംഗിയിൽ കാണാം. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൈ നല്ല കറുപ്പായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും അല്ലേ. ഓക്കെ. അപ്പോൾ ഒരു ഡോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 പവനേ ഉള്ളൂ. അത്യാവശ്യം ചെറുക്കിനിടാനുള്ള മാലയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ താലിമാലയായിട്ടൊക്കെ ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ലോട്ടസ് ചെയിനാണ്. ലോട്ടസ് ചെയിനും ഈ പറഞ്ഞ പോലെ തന്നെ 2 പവനാണ് വരുന്നത് കേട്ടോ. 2 പവൻ്റെ ലോട്ടസ് ചെയിൻ വരുന്നത് നോക്കി. ഇത്രയും പൊലിമയിലാണ് ലോട്ടസ് ചെയിൻ വന്നേക്കുന്നത്. നമ്മുടെ 1 പവൻ്റെ ലോട്ടസ് ചെയിൻ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്, എന്നാലും 2 പവൻ്റെ ലോട്ടസ് ചെയിൻ്റെ അത്യാവശ്യം നല്ല പൊലിമയിലും അതും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊലിമയിലാണ് അതും വന്നേക്കണം. പിന്നെ ഉള്ളത് 2.5 പവൻ്റെ തന്നെ കുരുമുളകിൻ്റെ മാലയാണ്. കുരുമുളക് മാല എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നത്, ചേർത്തല ഭാഗത്തൊക്കെ പറയണം. നിങ്ങളുടെ അവിടെയുള്ള എന്താണ് പറയുന്നതെങ്കിൽ അത് ഒന്ന് കമൻറ്റിലേക്ക് ഇട്ടോ. ഇത് ഇവിടെ പറയുന്നത് കുരുമുളകിൻ്റെ മാല, കുരുമുളക് മാല അല്ലേ. അപ്പോൾ ആ മാലയാണ് ഇവിടെ പറയണം. 8 പിടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാം 8 പിടി, നമുക്ക് തലവഴി ഊരി എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന 8 പിടി മാലയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ എസ് ചെയിൻ ഉണ്ട്, അതും ഈ 16 ഗ്രാം, ഒരു 2 പവനേ വരുന്നുള്ളൂ കേട്ടോ. 2 പവൻ്റെ അത്യാവശ്യം നല്ല പൊലിമയിലുള്ള എസ് ചെയിനാണ് വരുന്നത് കേട്ടോ. കാണാനൊക്കെ നല്ല അത്യാവശ്യം പൊലിമ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഒരു റീലിൻ്റെ അല്ലേ, അല്ലെങ്കിൽ റീൽ ചെയിൻ അല്ലേ, ബോയ്സ് എന്നും പറയുന്നു അല്ലേ, ബോയ്സ് എന്നും പറയും. റീൽ ചെയിൻ, ബോയ്സ്, അങ്ങനെ പലയിടത്തും പല പേരാണ്. അപ്പം നിങ്ങളുടെ അവിടെ എന്താണോ പേരെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു. ബോയ്സ് ചെയിൻ വരുന്നുണ്ട്. 1.5 പവനാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ 1.5 പവനുണ്ട്, 2 പവനുണ്ട്, 2.5 പവനുണ്ട് കേട്ടോ. പിന്നെ ലോട്ടസ് വരുന്നത് വേറെയുണ്ട്. ലോട്ടസ് 1.5 പവൻ്റെ ലോട്ടസ് ചെയിൻ ഞാൻ നേരത്തെ കാണിച്ചത് 2 പവൻ്റെ ആണെങ്കിൽ 1.5 പവൻ്റെ ലോട്ടസ് ചെയിൻ. നമുക്ക് 1.5 പവനും അതുപോലെ തന്നെ 2 പവനും അല്ലേ, 1.5 പവനും 2 പവനും തമ്മിലുള്ള ആ ഒരു പൊലിമ നോക്കാം. ഇത് നോക്കിയേ, 1.5 പവനും 2 പവൻ, ഇത് 1.5 പവൻ, ഇത് 2 പവൻ. കാണുമ്പോഴേ അറിയാൻ പറ്റും അല്ലേ. അത്യാവശ്യം നല്ല പൊലിമയിലാണ് രണ്ടും ചെയ്തേക്കണം. ഒരു വ്യത്യാസവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ. അപ്പോൾ 1.5 പവൻ, 2 പവൻ്റെ ഒക്കെ ലോട്ടസ് ചെയിൻ ഉണ്ട്. ഇനി നമുക്ക് 20 ഗ്രാമിൻ്റെ ലോട്ടസ് ചെയിൻ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എസ് ചെയിൻ, പിന്നെ സവിതം വേണമെന്നുണ്ടെങ്കിൽ സവിതം ഉണ്ട് കേട്ടോ. സവിതമൊക്കെ 20 ഗ്രാമിൻ്റെ 2.5 പവൻ്റെ സവിതം ചെയിനാണ്. അത്യാവശ്യം നല്ല പൊലിമയിലുള്ള 2.5 പവൻ. നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം അല്ലേ. കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ, നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ കല്യാണ ഓർഡറൊക്കെ തരാം കേട്ടോ. നല്ല ക്യാമറമാനാണ്. ഈ ക്യാമറമാന് ഫ്രീ ആയിട്ട് തരും. ഓക്കെ.
അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് 20 ഗ്രാമിൻ്റെ ബോയ്സ് അല്ലേ, 20 ഗ്രാമേ ഉള്ളൂ. 20 ഗ്രാമിൻ്റെ ബോയ്സ് നോക്കി അത്യാവശ്യം നല്ല പൊലിമയുള്ള 20 ഗ്രാമിൻ്റെ ബോയ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ ലോട്ടസ് തന്നെ 20 ഗ്രാമിൻ്റെ ലോട്ടസ് അത്യാവശ്യം നല്ല പൊലിമയിലാണ് വന്നിരിക്കുന്നത്. ലോട്ടസ് 20 ഗ്രാമേ ഉള്ളൂ, 2.5 പവനേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല പൊലിമയിലാണ്. താലിമാലയിട്ടൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പൊലിമയുള്ള താലിമാല വേണമെന്നുണ്ടെങ്കിൽ ലോട്ടസ് ഒക്കെ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല പൊലിമയുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബോയ്സ് തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് 20 ഗ്രാമിൻ്റെ ഇത് നോക്കിയാൽ 20 ഗ്രാമിൻ്റെ മുല്ലമുട്ട് അത്യാവശ്യം നല്ല ഇതായിട്ട് തന്നെ പൊലിമയിലാണ് ചെയ്തേക്കണം. 20 ഗ്രാം 2.5 പവൻ്റെ പൊലിമയിൽ തന്നെ വരുന്നത് കേട്ടോ. 2.5 പവനേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വരുന്ന ഐറ്റമാണ് 16 ഗ്രാമിൽ വരുന്ന, അതായത് 2 പവനിൽ വരുന്നത്. ഓക്കെ, പിന്നെ 1.5 പവനിൽ വരുന്നവരെ നമ്മൾ ലാസ്റ്റ് 1.5 പവനിൽ വരെ മുല്ലമുട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഡബിൾ ഗാംഗുലി, ഡബിൾ സച്ചിനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡബിൾ സച്ചിനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകണ്ട, അപ്പോൾ നമുക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോസൊക്കെ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഹാപ്പി വാലന്റൈൻ ചേർത്തല കാർത്തിക നമ്പറിൻ്റെ എക്വശം കാർ ടാക്സിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. നിങ്ങൾക്ക് ഈ ഐറ്റമൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പം ഇത്രയും വെയിറ്റുള്ള ഐറ്റം ഞാൻ എടുക്കണമെന്ന് ഞാൻ പറയില്ല. 2 ഗ്രാം തൊട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഐറ്റംസ്. അതിനുവേണ്ടി നിങ്ങൾ തിരുവനന്തപുരം തൊട്ട് ഇവിടെ വന്ന് ഓടി വരണമെന്നില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട്. പിന്നെ വലിയ ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് ഐറ്റം ഒക്കെ നമ്മൾ 100 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓർത്തോ, ക്യാഷ് ഓൺ ഡെലിവറി, അതായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കാശ് കൊടുത്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് 100 കിലോമീറ്ററിന് ചുറ്റളവിൽ കേട്ടോ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.